ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ശരിക്കുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ലായിരിക്കും. ബിക്കോസ് കണ്ടോ, ആദ്യം മുതലേ അഭിനയിച്ച് തകർക്കുകയാണ് ഞാൻ. ആക്ച്വലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കേട്ടോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, ഫോണിൽ തോണ്ടുന്നു, എഗെയിൻ റിപ്പീറ്റേഷൻ. അല്ലാണ്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ദിസ് ഈസ് എ ലേസി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അത് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാവും. പിന്നെ ഈ വിരിപ്പൊന്നും ഞാനൊന്നും ചെയ്യാത്തതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മാത്രം. നമ്മുടെ പില്ലോക്ക് നിലത്ത് കിടക്കുന്ന പില്ലോ ആണ്. നിങ്ങൾക്ക് എന്തോ ഭാഗ്യമുണ്ട്, അതുകൊണ്ട് അതെല്ലാം മുകളിലാണ്. പിന്നെ പല്ല് തേക്കാണ്ട് കുറച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത് അതെനിക്ക് നിർബന്ധമാണ്. പിന്നെ നമ്മളിനി ബോട്ടിൽ വെള്ളം നിറക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ബോട്ടിൽ അവിടെയാണ്. ഇനി അത് എടുക്കണ്ടേ വിചാരിച്ച് പിന്നെ വിചാരിച്ച് ഞാൻ അങ്ങ് പോയി. പിന്നെ പല്ല് തേക്കണം എന്നുള്ളത് മസ്റ്റാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാമല്ലോ, ഞാൻ എപ്പോഴും പല്ല് തേക്കുന്ന ഒരാളാണ്. ബട്ട് അത് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമാണ്. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, വായിക്കല്ല, പുസ്തകം വായിക്കൽ അങ്ങനെയല്ല, ഐ മീൻ റീലിൽ എന്തോ കണ്ടിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വേണം പല്ല് തേക്കാൻ. കാരണം നമ്മൾ എണീക്കുന്ന ബാക്ടീരിയ നമ്മളെ ശരീരത്തിന് വേണ്ടാണെന്നാണ് പറയാറ്. അപ്പോൾ ഞാനതാണ് കേൾക്കാറുണ്ട്. പിന്നെ സ്കിൻ കെയർ ഞാൻ ഒട്ടും ചെയ്യാത്ത ഒരാളാണ് ഈ ഇടയായിട്ട് കേട്ടോ. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഫേസ് വാഷ് ഇട്ട് മുഖമൊന്ന് കഴുകാന്നൊന്നും പറയാൻ പാടില്ല, ഒന്ന് റബ്ബ് ചെയ്യുമെന്നാണ് പറയുന്നത്. കണ്ടോ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുഖമെല്ലാം തുടച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ചപ്പാത്തിയാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ചപ്പാത്തി. അതുകൊണ്ട് തന്നെ ഞാൻ 4 ഇട്ടിരുന്നു വേണ്ട. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ 2 തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടു. ബിക്കോസ് ഇതെന്തായാലും ഞാൻ കഴിക്കൂല, ചപ്പാത്തി മാത്രം കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായി കഴിക്കും, നിങ്ങളത് വിചാരിക്കരുത്. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പൊട്ടാറ്റോ കറി ഉണ്ടായിരുന്നു, നമ്മൾ കിഴങ്ങ് കറി ഞാനവിടെ വെച്ചിട്ട് ചിക്കൻ കറി മാത്രം എടുത്തിട്ടാണ് ഞാൻ ചപ്പാത്തി കഴിച്ചത്. എന്താ അറിയില്ല, രാവിലെ ഉച്ചയ്ക്ക് രാത്രിയായാലും ചിക്കനോ ബീഫ് ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം. ഫിഷിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിവേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മ എപ്പോഴെങ്കിലുമൊക്കെ എന്നോട് പറയുന്നൊരു പണിയാണ് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് തരാൻ. അങ്ങനെ ഞാൻ ബീട്രൂട്ട് കട്ട് ചെയ്യാനാണ് നിങ്ങളെ കാണുന്നത്. ബീട്രൂട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്, കാരണം അത് കയ്യുമ്മ കറായ വല്ലാണ്ട് പോകില്ല. പിന്നെ കുളിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഞാൻ കുളിക്കാറുണ്ട്, അത് വേറെ കാര്യം. എനിവേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുളിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. മുടിയൊക്കെ കണ്ടോ, പൊളിമണിയെ പോലെ ഷൈൻ ചെയ്ത്. പക്ഷെ പൊളിമണിൻ്റെ അത്ര മുടിയില്ല കേട്ടോ, പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ കെയറിങ് ആയതുകൊണ്ട് മുടിയില്ല. എങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മളൊന്ന് മറന്നു, ലഞ്ച് കഴിക്കണ്ടേ. അങ്ങനെ ചിക്കൻ നുള്ളിപ്പറിച്ചതും, പിന്നെ കിഴങ്ങ് കറിയുണ്ട്, പിന്നെ പരിപ്പ് കറിയുണ്ട്, പിന്നെ നമ്മുടെ ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ ചിക്കൻ നുള്ളിപ്പറിച്ചതിൻ്റെ റെസിപ്പി പ്രത്യേകിച്ച് എനിക്ക് മാത്രം അറിയാവുന്ന കേട്ടോ. ചിക്കൻ എന്തെങ്കിലും കുറവാണെങ്കിൽ മാത്രം നമ്മളത് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്തൊക്കെ കാണിച്ച സ്ഥിതിക്ക് ഇതൊക്കെ കഴിക്കണ്ടേ, ഇനി ഇത് കഴിച്ചിട്ടാവാം ബാക്കി പരിപാടിയെന്ന്. അങ്ങനെ നമ്മൾ ളുഹർ നിസ്കരിക്കാം കേട്ടോ. നിസ്കരിക്കാറൊക്കെ ഉണ്ട്, ഈമാനിയാണ് ഞാൻ. എൻ്റെ ഉമ്മ എപ്പോഴും എന്നോട് പറയലുണ്ട്, ഞാനും ഉമ്മ നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ 2 റക്അത്താകുമ്പോഴത്തേന് എൻ്റെ ഫുള്ള് കനി എണീറ്റിട്ടുണ്ടാവും, കാരണം അത്രയും ഫാസ്റ്റാണെന്നുള്ളത്. എന്താണെന്നറിയില്ല. പിന്നെ അവിടെ ഒരു മിററുണ്ട്, മിററിൽ എൻ്റെ മുഖം നോക്കിയാലേ എനിക്കൊരു റാഹത്താവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ 2 ബുക്ക് കണ്ടോ, ഇതിലൊന്നും ഞാൻ വായിക്കുന്നത്, ഇതിൽ ഞാൻ ഒന്നിൽ എഴുതുന്നതാണ്. ബട്ട് കുറേ കാലം ഞാനത് ഉപയോഗിക്കാറേ ഇല്ല, എനിക്കതൊരു ശീലമേ ഇല്ല. പിന്നെ നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് മിന്ത്രയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ. പിന്നെ അത് പൊട്ടിക്കലാണ് അടുത്ത പണി. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഈ ഓർഡേഴ്സ് പൊട്ടിക്കാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പുയ്യാപ്പിള എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടെന്ന്. യു ഹാവ് ഓൺലി 5 മിനിറ്റ് എന്ന്. ഈ 5 മിനിറ്റിനുള്ളിൽ ഞാൻ എങ്ങനെ ഒരുങ്ങുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒട്ടും മാച്ചില്ലാതെ ഒരു ലിപ്സ്റ്റിക് കണ്ടെടുക്കണം. എന്നിട്ട് നമ്മളത് ചുണ്ടിൽ നന്നായിട്ട് വാരിപ്പൊത്തണം. എന്നിട്ട് പിന്നെ നമ്മളത് കണ്ണിൻ്റെ മുകളിലും മൂക്കിൻ്റെ മുകളിലും ചീക്സിലൊക്കെ ഇട്ട്, പിന്നെ എന്ത് ചെയ്യണം, വേണമെങ്കിൽ ഒരു ഫോർഹെഡിലൂടെ ഇട്ടോളൂ, എന്നാൽ അറിയാമല്ലോ. എന്നിട്ട് നമ്മളത് നന്നായി റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് മുഖത്ത് ഒരു കുരുവെങ്കിലും വരണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പുറത്തെടുക്കണം. ഇപ്പം നമ്മളെന്തായി, നല്ല സുന്ദരി എന്നാണ് നമ്മളെ വിചാരം. കണ്ടോ, ഒരു ലിപ്സ്റ്റിക് കൊണ്ട് നമുക്ക് മാറി മറിയാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നത്. അങ്ങനെ അവസാനം നമ്മൾ പുറത്ത് പോയി. അപ്പം ഞാൻ അവനോടൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പം വല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ ഒന്ന് ചിരി പാസ്സാക്കി തന്നിട്ട് പോയി. ഞാൻ പറഞ്ഞു, ഇതിനേക്കാളും നല്ല ഈ ചിരിക്കാതെ ഇരിക്കണമെന്ന് ശുഭയെന്ന്. അപ്പോൾ വീണ്ടും അത് ചിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പപ്പാജി നമുക്ക് വിളിച്ചു. സമയം ഒരു 8:30 ആയി. ആ സമയത്ത് നമുക്ക് പപ്പാജി വിളിക്കുന്നതിന് അല്ലെങ്കിൽ അമ്മാജി വിളിക്കും. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള സംസാരമായി, ഇങ്ങോട്ടുള്ള സംസാരമായി.
പിന്നെ നമ്മൾ അങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും അവസാനം തെറ്റിപ്പോകാറാണ് പതിവ്. ഒന്നെങ്കിൽ പപ്പ വെക്കും അല്ലെങ്കിൽ മമ്മി വെക്കും, അതൊന്നും അല്ലെങ്കിൽ ഞാൻ വെക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങാടിപ്പുറം ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് കടത്തി വിടുന്നില്ല, ബിക്കോസ് ഇന്ന് 11ാം പൂരമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ വണ്ടി എടുത്തിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്മൾ കാൽനടയായി പോകാൻ വിചാരിച്ചു. സൈഡിൽ മുഴുവൻ ഹൽവയുണ്ട്, ശർക്കര ജിലേബി ഉണ്ട്, പഞ്ചസാര ജിലേബി ഉണ്ട്, പിന്നെ അറാറോട്ടല്ല 6ാം നമ്പറൊക്കെ ഉണ്ട്. അറാറോട്ടിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡയറ്റിലാണ്, ഷുഗർ കട്ടിലാണ്. അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ വെട്ടുന്ന ഹൽവ കണ്ടിട്ട് എനിക്ക് കൊതിയായതൊന്നുമില്ല കേട്ടോ. നമ്മളൊരു അരിമുറുക്ക് വാങ്ങിയിട്ട് പോയി. പിന്നെ ഷിബി കഥ പറയായിരുന്നു, അങ്ങാടിപ്പുറത്തെ പൂരത്തിൻ്റെ കഴിഞ്ഞ കൊല്ലക്ക് ഇവിടെ നിൽക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രത്തോളം ആൾക്കാരായിരുന്നു. ഇപ്രാവശ്യം അതിന് 40% അങ്ങനെ ആൾക്കാരുള്ളൂ, എന്താ ആൾക്കാർ കുറഞ്ഞെന്നുള്ള അന്താരാഷ്ട്ര ചർച്ചയിലായിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അരിമുറുക്കും കഴിക്കുന്നുണ്ട്, വാങ്ങിയതല്ലേ. അങ്ങനെ നമുക്ക് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി. ഭയങ്കര ഫോം വിളിയാൽ ആയതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമുള്ളതെല്ലാം പെറുക്കി വാരി എൻ്റെ കൊട്ടയിലിട്ടു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, നമ്മളങ്ങനെ ഫ്രഷൊക്കെ ആയി, നമ്മൾ ഡ്രസ്സൊക്കെ മാറി. ഇനി നമ്മൾ പരിപാടി എന്ന് പറയുന്നത് കിടന്നുറങ്ങാണ്. ഡിന്നർ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി, വന്നപ്പോൾ തന്നെ വിശന്നോണ്ട്. പിന്നെ ഇനി നിങ്ങൾ വിചാരിക്കും ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്യുന്നുണ്ട്. നോ, നെവർ. ഉള്ളി പല്ല് തേക്കൽ, അതും ഡെൻറ്റിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് 2 നേരം പല്ല് തേക്കണമെന്ന്, അതുകൊണ്ട് മാത്രം. അപ്പോൾ എത്രയുള്ളൂ.